മഞ്ഞോലും രാത്രി മാഞ്ഞു യാത്രാമൊഴിയോടെ ആറ്റോരം സൂര്യനെത്തി അഗ്നിവിളക്കോടെ അകലുമിരു പകലിനായി കരുതിയൊരു മിഴിനീരോ ഇടറുമൊരു പുൽക്കൊടിയിൽ കുതിരുമൊരു പുലർമഞ്ഞായി പാഴ്ചിപ്പിയിൽ പൊന്മുത്തായി മഞ്ഞോലും രാത്രി മാഞ്ഞു യാത്രാമൊഴിയോടെ ആറ്റോരം സൂര്യനെത്തി അഗ്നിവിളക്കോടെ കൊടിത്തുമ്പിലെ ഞെട്ടറ്റു വീഴുന്ന അമ്മയ്ക്കു കണ്ണീരുമായി പോതുന്നു യാത്രാമൊഴി തോടുടഞ്ഞാദ്യമായി പാറിടുമ്പോൾ കൂടിനോടോതുവാനെന്തു വേറെ ഓരോരോ ചുണ്ടും ഓടും ഈ മന്ത്രം പ്രണയത്തിൻ ചത്തിൽ വിരിയും പൂമൊട്ടി കൊഴിയുമ്പോൾ നിന്നോടോതാൻ നെഞ്ചിൽ യാത്രാമൊഴി മാത്രം മഞ്ഞോലും രാത്രി മാഞ്ഞു യാത്രാമൊഴിയോടെ ആറ്റോരം സൂര്യനെത്തി അഗ്നിവിളക്കോടെ കറുകത്തളിപ്പൂമ്പുമായി ബലിപിണ്ടമൂട്ടുന്ന കാതന്റെ പൊന്നോർമ്മയോടോതുന്നു യാത്രാമൊഴി പ്രാണനായി പോന്നവൾ കന്നമൂട്ടാ ദൂരതീരങ്ങളിൽ പോകുവോരെ പോകുമ്പോൾ കാതിൽ ഓതാമീ മന്ത്രം പതിയേ വരും കാറ്റിൽ പടുതിരിയായി കെട്ടാൽ ചിതയേറ്റും മക്കൾ കോതാൻ ചുണ്ടിൽ യാത്രാമൊഴി മാത്രം മഞ്ഞോലും രാത്രി മാഞ്ഞു യാത്രാമൊഴിയോടെ ആറ്റോരം സൂര്യനെത്തി അഗ്നിവിളക്കോടെ അകലുമിരുൾ പകലിനായി കരുതിയൊരു മിഴിനീരോ ഇടറുമൊരു പുൽക്കൊടിയിൽ കുതിരുമൊരു പുലർമഞ്ഞായി പാഴ്ചിപ്പിയിൽ പൊന്മുത്തായി മഞ്ഞോലും രാത്രി മാഞ്ഞു യാത്രാമൊഴിയോടെ ആറ്റോരം സൂര്യനെത്തി അഗ്നിവിളക്കോടെ ശിവായ നമഃ. ഓം മഹേശ്വരായ നമഃ. ഓം ശംഭവേ നമഃ. ഓം പിനാകിനേ നമഃ. ഓം ഈശ്വരായ നമഃ. ആ ഇന്ന് ഗോന്നുട്ടിയുടെ പിറന്നാളാണ്. കോളേജില്ലേ മോൾക്കിന്ന്? നന്ദിനി പൊയ്ക്കോളൂ. എന്നെ കണ്ടൊന്നും മിണ്ടിന്നൊക്കെ വീട്ടിലറിഞ്ഞ പിന്നെ അത് മതി. ചെറിയമ്മ ഇതാ ഇപ്പൊ വന്ന് പോയതേ ഉള്ളൂ. കണ്ടു ഒരർച്ചന മകം അല്ലേ?
എനിക്കല്ല, ഗോവിന്ദൻകുട്ടിയേട്ടന്. അത്തം. ഓ അത് ശരി, നമ്മുടെ ഗോവിന്ദൻകുട്ടി. ഒപ്പിടാൻ പറഞ്ഞാ കേക്കില്ല അല്ലേടാ പശുല്ലേ? മുതലമട പഞ്ചായത്തിൽ അതിലിരിക്കുന്ന 3 മുറി പീടികകളും പുത്തില്ലത്ത് നാരായണൻ നമ്പൂതിരി മകൻ വാസുദേവൻ നമ്പൂതിരിക്ക് കുറെ ഇവിടെ തീർ തന്നു കൊള്ളാമെന്ന് ഇതിനാൽ നിരുപാധികം സമ്മതിക്കുന്നു. ഗോവിന്ദൻകുട്ടി ഇതില്ല, ഇത് ഞങ്ങളുടെ കുടുംബകാര്യാണ്. വാ തുറക്കടാ. എന്തിനാ തുറക്കടാ? എന്തിനാ അപ്പു സാറോ? വരുമെന്ന് എനിക്കറിയാമായിരുന്നു. ഇരിക്കൂ. രണ്ടു കൂട്ടരുടെ പിറകില് നാട്ടിലെ കൊള്ളാവുന്ന ആളുകളായതുകൊണ്ട് ഞാൻ കേസൊന്നും ചാർജ് ചെയ്യുന്നില്ല. കേസ് ചാർജ് ചെയ്യാൻ എന്റെ പണിക്കാർ എന്ത് തെറ്റ് ചെയ്തിട്ടാ? അവർക്ക് താമസിക്കാൻ ഞാൻ എടുത്തു കൊടുത്ത മുറിയില് ഇടിച്ചു കയറി ചെന്ന് വഴക്കുണ്ടാക്കിയത് ഇവനാ. വേണ്ട, വിസ്തരിച്ചാ കൂടുതൽ വഷളാവും. അർദ്ധരാത്രിക്ക് വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുപോവുക, പിടിച്ചു വെക്കുക, നിർബന്ധിച്ച് പ്രമാണത്തിൽ ഒപ്പിടുവെക്കുക, ഇതൊക്കെ വകുപ്പ് വേറെയാ. ഇവിടെ കൊണ്ടൊന്നും നിൽക്കൂല. എന്റെ ഭഗവതി, ഞാൻ ആരെയും വിളിച്ചിറക്കിയതുമില്ല, പിടിച്ചു വെച്ചതുമില്ല, ഒപ്പിടിച്ചതുമില്ല. അങ്ങനെ വല്ലതുമായിരുന്നെങ്കിൽ ഞാൻ തന്നെ വന്ന് കംപ്ലൈന്റ് ചെയ്യോ? പൂണൂല് വിട്ടോണ്ട് നട്ടാക്കിളിക്കാത്ത നുണ പറയാതോ പീറ തമ്പൂരി. അപ്പു സാറ് എന്ത് വിളിച്ചാലും ഞാൻ കേൾക്കും. സാറ് തറവാടിയാണ്. അതുപോലെയാണോ ഇവൻ ഈ തന്തയ്ക്ക് പറക്കാത്ത? മതി മതി, ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിയ എന്റെ സ്വഭാവം മാറും. കേസ് ചാർജ് ചെയ്യാനാണെങ്കിൽ ചാർജ് ചെയ്യാം, ജാമ്യത്തിൽ ഇറക്കാൻ വക്കീലിനെ വിടാം. അതല്ല വിട്ടയക്കാം എന്നാണെങ്കിൽ വൈകിക്കണ്ട. വിളിച്ചോണ്ട് പോയിക്കും. പിന്നെ പണിക്കാര് പണിയെടുത്താൽ മാത്രം മതി, വെറുതെ എനിക്ക് പണി ഉണ്ടാക്കരുതേ. ഇത് എത്രാമത്തെ പ്രാവശ്യമോ ഗോവിന്ദൻകുട്ടി? ഒന്നുമില്ലെങ്കിൽ ഇദ്ദേഹത്തെ തെക്കുവടക്ക് നടത്തുന്ന ഒരു മര്യാദ വേണ്ടേ? ഞാൻ ആരോടും പറഞ്ഞില്ല വരാനും ജാമ്യത്തിൽ ഇറക്കാനും. ഇപ്പൊ പറഞ്ഞ അഹങ്കാരത്തിന് നല്ല ചുട്ട അടിയാണ് മറുപടി. സാരമില്ല, ഗോവിന്ദൻകുട്ടി പൊക്കോട്ടെ. ഇന്ന് അവന്റെ പിറന്നാളാ. നല്ലൊരു ദിവസമായിട്ട് ആഘോഷിക്കാൻ കണ്ട സ്ഥലം. വാരഫലം കൊള്ളാം. പൊയ്ക്കോ. മേലിൽ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായാല് നീ ഈ രൂപത്തിലായിരിക്കല്ലേ അവിടെ നിന്ന് പോകുന്നത്? പോക്കിരിത്തരം കണ്ട കൈയും കെട്ടി നോക്കിയേക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. പിന്നെ സാറിന്റെ ഈ വീര്യം കാണിക്കേണ്ട അവരോടാണ്. നീ എന്നെ പഠിപ്പിക്ക. ഉണ്ണി, അവനെ വിളിച്ചോട്ട് പോ. ഏയ്, ഇവൻ ശരിയാവില്ല സാറേ. നിങ്ങൾ വളം വെച്ച് കൊടുക്കും തോറും അവൻ കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുക. അങ്ങനെ അങ്ങ് എഴുതിത്തള്ളാൻ വരട്ടെ, അവൻ നന്നാവും. അങ്ങനെ ആശിക്കാനും ആരെങ്കിലും ഒക്കെ വേണ്ടേ? ഇത് ഇവിടം കൊണ്ട് അങ്ങ് തീരാൻ പോണില്ല. ചന്ദ്രൻ കുഞ്ഞു വിട്ടുകൊടുക്കില്ല. കണ്ടോ, ഇവിടെ ചോര വീഴും. നിങ്ങൾ ഈ കണ്ടവരുടെ പുറകെ നടക്കുന്നതിന് പകരം ഒരു പരാതി എഴുതി യൂണിയനിലോട്ട് താ. കാലം മാറി. ഇപ്പോൾ ഏത് പ്രശ്നത്തിനും പരിഹാരം കാണണോ? രാഷ്ട്രീയവൽക്കരിക്കണം. നിങ്ങൾ എന്ത് കളിച്ചാലും ശരി, ഗോവിന്ദൻകുട്ടിയുടെ കൂടെ തൊടാൻ പറ്റില്ല. അതേ, ഇനം വേറെയാ. ഇനം ഏതാണെന്ന് ആർക്കറിയാം? ഓർമ്മയായ കാലം തൊട്ട് തന്തയാരെന്ന് തപ്പി തുടങ്ങിയത്. ആദ്യം അവനോട് പോയി അത് കണ്ടുപിടിക്കാൻ പറയുക, എന്നിട്ട് തീരുമാനിക്കാം ഇനം. എന്റെ തിരുമേനി, ഗോവിന്ദൻകുട്ടിക്ക് തന്ത ഒന്നേ ഉള്ളൂ. താൻ കണ്ടിട്ടുണ്ടോ? കാണണ്ടല്ലോ, കേട്ടാൽ അറിയാലോ. ഊര് വിറപ്പിച്ച ചട്ടമ്പിയായിരുന്നു അദ്രുമാൻ. ഉത്സവ പറമ്പിലെ 2 പോലീസുകാരെയാ വെട്ടി മലത്തിയത്. സാക്ഷി പറയാനേ ഒരുത്തനും ഉണ്ടായില്ല.
ആ അദ്രുമാനെയാണ് ഈ ഗോവിന്ദൻകുട്ടിയുടെ തന്ത വണ്ടിത്താഴത്ത് നിന്ന് ചന്തക്കട വഴി പുത്തൻകവല വരെ ഇട്ട് ഇടിച്ചത്. ഒടിഞ്ഞ കാലും തൂക്കി രാഖി രാമായണം പെണ്ണും പിള്ളയും കുട്ടികളുമായിട്ട് ഓടി നാട് വിട്ടുപോയി അദ്രുമാൻ. അതാ ഇനം. വിത്ത് ഗുണം കുറച്ചെങ്കിലും കാണാണ്ടിരിക്കുവോ? പറഞ്ഞു കേട്ട അമ്മൂമ്മ കഥകൾ കൊണ്ട് കളയേണ്ടതായരെ. അത്ര ചുണയുള്ള ഒരാണാണെങ്കിൽ കൊള്ളാവുന്ന വീട്ടിലൊരു പെണ്ണിനെ പഴപ്പിച്ചിട്ട് എന്തിനാവും നാട് വിട്ട്?